പത്രോസ് ലീഹ റോമിലേക്ക് ചെന്നു. തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വന്നു. അവര് ഈ ശിഷ്യന്മാർ ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ആളുകളോട് തങ്ങളുടെ ക്രിസ്തുവാനുഭവമാണ് പങ്കുവെക്കുന്നത്. നമുക്കറിയാം, റോമിലെ സാംസ്കാരിക പശ്ചാത്തലം വ്യത്യസ്തമാണ്, ഭാരതത്തിലെ സാംസ്കാരിക പശ്ചാത്തലം വ്യത്യസ്തമാണ്. റോമിലെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന വ്യക്തികള് പത്രോസ് ലീഹായുടെ ക്രിസ്തുവാനുഭവം ഏറ്റുവാങ്ങി. അങ്ങനെ സാംസ്കാരിക പശ്ചാത്തലവും ഒരു ശിഷ്യന്റെ ക്രിസ്തുവാനുഭവം ഉൾച്ചേർന്നുകൊണ്ടാണ് അവിടെ ഒരു സമൂഹം രൂപം കൊള്ളുക. അങ്ങനെ രൂപം കൊള്ളുന്ന സമൂഹത്തിന് പറയുന്ന പേരാണ് വ്യക്തിഗത സഭ, ഇൻഡിവിജ്വൽ ചർച്ച്. ഇവിടെ തോമാസ് ലീഹായുടെ ക്രിസ്തു അനുഭവവും ഭാരതത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലവും ഉൾച്ചേർന്നുകൊണ്ട് ഒരു സമൂഹം രൂപം കൊണ്ടു. ആ സമൂഹത്തെ പറയുന്ന പേരാണ് ഇൻഡിവിജ്വൽ ചർച്ച്. അങ്ങനെ ഇന്ന് കത്തോലിക്ക സഭയിൽ 24 വ്യക്തിഗത സഭകളുണ്ട്. കാരണം ഒരു ശിഷ്യൻ ഒരു സ്ഥലത്ത് മാത്രമല്ല പോയിരിക്കുന്നത്, അവിടെ സുവിശേഷം പ്രഘോഷിച്ച് തങ്ങളുടെ ക്രിസ്തുവാനുഭവം പങ്കുവെച്ച് ഒരു സമൂഹത്തിന് രൂപം കൊടുത്തു കഴിഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് വേറെ സ്ഥലത്തേക്ക്. അപ്പൊ അവിടുത്തെ സാംസ്കാരിക പശ്ചാത്തലം വ്യത്യാസമുണ്ട്. അവിടുത്തെ സാംസ്കാരിക പശ്ചാത്തലവും ഈ ശിഷ്യന്റെ ക്രിസ്തുവാനുഭവം ഉൾച്ചേർന്നുകൊണ്ട് അവിടെ വേറൊരു സമൂഹം രൂപം കൊള്ളുന്നു. ഇങ്ങനെ രൂപം കൊണ്ടിട്ടുള്ള സമൂഹങ്ങളെ പറയുന്ന പേരാണ് വ്യക്തിഗത സഭകൾ. ഇന്ന് കത്തോലിക്ക സഭയിൽ 24 വ്യക്തിഗത സഭകളുണ്ട്.